ഈ തൃശൂർ പെരുമ്പിലാവ് കല്ലുപുറം സിറാജുലുലും സ്കൂളിൽ നടന്ന ഓണം ആഘോഷവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു വാട്സപ്പ് സന്ദേശവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച നടത്തുകയാണ്. അതിൽ ഉയർന്നു വന്ന ഒരു വാദം, ഓണത്തെ, കേരളത്തിന്റെ ദേശീയോത്സവമായ സാംസ്കാരികോത്സവമായ ഓണത്തെ വാമന ജയന്തിയുമായി കൂട്ടിക്കെട്ടാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അതിനെ മതപരമാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുമ്പോൾ അത് ചില അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നതാണ് ഇതുപോലെ പ്രതിഫലിക്കുന്നത് എന്നതാണ്. അത്തരം ബോധപൂർവമായ ശ്രമങ്ങളുടെ പ്രതിഫലനമാണോ നമ്മൾ ഈ കേരളത്തിൽ കാണുന്നത്? ഓണാഘോഷത്തിന്റെ വിഷയത്തിൽ വാമനനെ കൂട്ടിക്കെട്ടി അത് മത ഉത്സവമായിട്ട് നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ യാതൊരു കഴമ്പില്ലാത്തതാണ്. അതെല്ലാം ഈ ഓണത്തിന്റെ ആഘോഷത്തോടനുബന്ധിച്ചുള്ള റിലീജിയസ് കാര്യങ്ങൾ ഓണാഘോഷം തുടങ്ങിയ കാലം മുതലുണ്ട്. തൃക്കാക്കരപ്പനെ എഴുന്നള്ളിക്കുന്നത്, തൃക്കാക്കരപ്പനെ വെക്കുന്നത്, ആ ഓണത്തിന്റെ രാവിലെയുള്ള ചടങ്ങുകൾ, ഓണാഘോഷത്തിന്റെ ചടങ്ങുകളിലൊക്കെ റിലീജിയസ് ആസ്പെക്ട് ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയൊക്കെ മുഴച്ചു നിൽക്കുന്നത് അതിന്റെ കൾച്ചറൽ ആസ്പെക്ട് ആണ്. സാംസ്കാരികമായ ഒരു മാനം ഓണത്തിന് വ്യാപകമായിട്ട് കൈവരുകയും അത് മുഴുവൻ ജനതയുടെയും ആഘോഷമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. ഇവിടെ വാമന ജയന്തി എന്നുള്ളത് വരാൻ കാരണം എന്താ? മഹാബലി എന്നുള്ള ആ കഥാപാത്രവും ആയിട്ട് ബന്ധപ്പെട്ട് വാമനനെ ഏതോ ഒരു ദുഷ്ട കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നരേറ്റീവ് കേരളത്തിൽ വ്യാപകമായിട്ട് ഇടക്കാലത്ത് വന്നു. അപ്പോ അതങ്ങനെയല്ല എന്നും വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്നുള്ളത് ഒരു ക്രൂരമായ കൃത്യമായിട്ടും വാമനൻ വിഷ്ണുവിന്റെ അവതാരമായ വാമനനെ ഒരു ദുഷ്ട കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് വാമനൻ അങ്ങനെയുള്ള ഒരു കഥാപാത്രമല്ല എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾക്ക് രംഗത്ത് വരേണ്ടി വന്നത്. മറിച്ച് ഓണത്തിന് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമുണ്ട്, അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. കെ പി ശശികല മുതൽ അമിത്ഷാ വരെയുള്ളവർ ഓണത്തിന് വാമന ജയന്തി ആഘോഷിക്കുമ്പോൾ, ആശംസിക്കുമ്പോൾ അത് കേരളത്തിന്റെ സംസ്കാരത്തെ മാറ്റിമറിക്കാനുള്ള, ഐതിഹ്യത്തെ മാറ്റി എഴുതാനുള്ള ശ്രമമായിട്ടല്ലേ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുള്ളൂ? എല്ലാ ആഘോഷങ്ങൾക്കും കൾച്ചറലും റിലീജിയസുമായ ആസ്പെക്ട് ഉണ്ട് ഇന്ത്യയിൽ. ഏത് ആഘോഷത്തിനാണ് ഇല്ലാത്തത്? അങ്ങനെ ഒരു റിലീജിയസ് ആഘോഷം അല്ലല്ലോ ഓണം. അല്ല, ഓണം അങ്ങനെയല്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അങ്ങനെയും ഉണ്ട്. ഓണത്തിന് എന്തുകൊണ്ടാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ ഓണത്തിന്റെ അന്ന് വലിയ ആഘോഷം നടക്കുന്നത്? ക്ഷേത്രമല്ലേ? അങ്ങനെ മതപരമായ ഒരു ആഘോഷമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അതിൽ നിന്ന് മറ്റു മതസ്ഥർ വിട്ടു നിൽക്കാനുള്ള ഈ ടെൻഡൻസി ഉണ്ടാകുന്നത്. അപ്പോൾ ഭിന്നിപ്പിനുള്ള ശ്രമം എവിടെ നിന്ന് തുടങ്ങി എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. തൃക്കാക്കര ക്ഷേത്രം RSS തുടങ്ങിയ ക്ഷേത്രമല്ല മാഡം. തൃക്കാക്കര ക്ഷേത്രം RSS തുടങ്ങിയ ക്ഷേത്രമല്ല. നിങ്ങൾ എന്ത് മണ്ടത്തരായി പറയുന്നേ? തൃക്കാക്കര ക്ഷേത്രത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, ഇതിനെ വാമന ജയന്തി ആക്കാൻ ഉള്ള സംഘപരിവാറിന്റെ ശ്രമം, അതിനെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. രാഹുൽ കൂടി രാഹുൽ കൂട്ടിച്ചേർത്തോളൂ, നമ്മുടെ സമയം തീരെയില്ല. അതായത് ഇന്ത്യയിൽ ഏറ്റവും നല്ല ക്രിസ്മസ് ഈവ് സെലിബ്രേഷൻ നടക്കുന്നത് വിവേകാനന്ദ സ്വാമിയുടെ ബേലൂർ മഠത്തിലാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഹിന്ദു സന്യാസിമാര് കന്യാമറിയത്തിന്റെയും യേശുക്രിസ്തുവിന്റെയും ചിത്രങ്ങൾ എടുത്ത് അതിന് ആരതി ഒഴിയുന്നുണ്ട്. എല്ലാ ആഘോഷങ്ങൾക്കും സ്പിരിച്വലുമുണ്ട്, കൾച്ചറലുമുണ്ട്. നമുക്ക് സ്പിരിച്വലിന്റെ പേരിൽ കൾച്ചറലിനെ മറക്കണ്ട, എന്നാൽ കൾച്ചറലിന്റെ പേരിൽ സ്പിരിച്വലിനെ മറക്കണ്ട. ഈ ഒരു ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമല്ലോ. അതിനൊരു ആത്മീയമായ തലമുണ്ട്, സാമൂഹികവും സാംസ്കാരികവുമായ തലമുണ്ട്. ഇപ്പൊ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ തന്നെ സൽമാൻ ഖാൻ അടക്കം നമ്മുടെ വിനായക ചതുർത്ഥി, ഗണേശോത്സവത്തിന് ബോംബെയിൽ വരും. കാര്യം ബോംബെയുടെ ഒരു പൊതു ഉത്സവമാണ് ഗണേശോത്സവം. നമ്മളെല്ലാം ക്രിസ്മസ് ആഘോഷിക്കുന്നില്ലേ? നമ്മുടെ എല്ലാ വീട്ടിൽ ക്രിസ്മസ് സ്റ്റാർ ഇടുന്നില്ലേ? അത് നമ്മൾ ക്രിസ്ത്യാനികളായോണ്ടല്ലോ. അത് ലോകരക്ഷകനായ യേശു ക്രിസ്തു പറഞ്ഞ ഇതിനെ നമ്മളും കൂടി സെലിബ്രേറ്റ് ചെയ്യാം. നമ്മൾ ഇതേപോലെ ഇപ്പം ഞങ്ങളുടെ എല്ലാം സ്ഥിരമായിട്ട് നമ്മളെല്ലാം നോമ്പെടുക്കാറുണ്ട്. 1-2 ദിവസം മുസ്ലിം സമൂഹത്തിന്റെ കൂടെ നിന്ന് അവരുടെ പല ചടങ്ങുകൾക്കും പോകാറുണ്ട്. ഞാൻ ചെറിയ പ്രായത്തിൽ ഓർമ്മ. രാഹുൽ, അത് ഓണത്തെ അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രം ആഘോഷമാക്കിയാണ് ഇപ്പോൾ നിങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ. ശ്രീ ആർ വി ബാബു നമുക്കൊപ്പമുണ്ടായിരുന്നു. ശ്രീ ആർ വി ബാബു, താങ്കൾ ഇപ്പോഴും പക്ഷെ അതിനൊരു ഹിന്ദു റൂട്ടും കൂടെ ഉണ്ട്. അത് നമ്മൾ മറക്കണ്ട. ഓണം എല്ലാവരുടെയാണ്, പക്ഷെ ഒരു ഹിന്ദു റൂട്ടും കൂടെ ഉണ്ട്. മനസ്സിലാകാത്തതുകൊണ്ടല്ല. ഇന്ത്യയിലെ ഓരോ ആഘോഷത്തിനും അതിന്റെ റിലീജിയസ് ആസ്പെക്റ്റും ഉണ്ട്, സ്പിരിച്വൽ കൾച്ചറൽ ആസ്പെക്റ്റും ഉണ്ട്. റിലീജിയസ് ആസ്പെക്ട് കരുതുന്നവര് റിലീജിയസ് ആയിട്ടുള്ള കസ്റ്റം തുടരുകയും അനുവർത്തിക്കുകയും ചെയ്യും. അതിന്റെ കൾച്ചറൽ ആസ്പെക്റ്റിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ഇപ്പോൾ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പുലിക്കളി അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് റിലീജിയസ് ആസ്പെക്ട് കുറവാണ്. അപ്പൊ ഓരോ ആഘോഷത്തിനും അതിൻ്റെതായിട്ടുള്ള അംശങ്ങൾ മുഴച്ചു നിൽക്കുന്നത് അത് പ്രകടിപ്പിച്ചുകൊണ്ട് അതാത് വിഭാഗങ്ങൾ പ്രകടിപ്പിക്കും. ഇവിടെ വാമനനെ ആരാധിക്കാൻ പാടില്ല എന്ന് നിങ്ങളോടാകെ പറഞ്ഞേ? വാമന ജയന്തിയായിട്ട് ഓണം ആഘോഷിക്കാനായിട്ട് അവകാശമില്ല ഈ നാട്ടിലെ ആൾക്കാർക്ക്. അപ്പൊ വാമന ജയന്തിയായിട്ട് ആഘോഷിക്കാം, മഹാബലിയെ ഉയർത്തി കാണിക്കാം, പൂക്കളം ഇടാം,
അതല്ല പുലിക്കളിക്കാണ് പ്രാധാന്യം വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഓണം. ഇവിടെ അടിസ്ഥാന പ്രശ്നം നിങ്ങൾ അടിസ്ഥാന അല്ലല്ല ഒരു സെക്കൻഡ് ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. നിങ്ങൾ വെറുതെ വായി കയറി സംസാരിക്കില്ലേ. ഒരു അടിസ്ഥാന പ്രശ്നം എന്താണ്? അടിസ്ഥാന പ്രശ്നം ഒരു മതവിഭാഗത്തിന്റെ അസഹിഷ്ണുതയാണ്. ആ അസഹിഷ്ണുത നിങ്ങൾ ചൂണ്ടിക്കാണിക്കും ആദ്യം. ഏത് മതവിഭാഗത്തിന് ശ്രീ ആർ വി ബാബു? ക്രിസ്മസിന് കേക്ക് കഴിക്കരുതെന്ന് പറഞ്ഞില്ലേ? ക്രിസ്മസിന് കേക്ക് കഴിക്കരുതെന്ന് പറഞ്ഞില്ലേ ഇവര്? നിങ്ങൾ എന്താണ് ആളുകളെ പൊട്ടനാക്കുകയാണോ? ഈ നാട്ടുകാരെ മുഴുവൻ പൊട്ടനാക്കാന്നാണോ നിങ്ങളുടെ ചാനൽ വഴി? ക്രിസ്മസിന് കേക്ക് കഴിക്കാൻ പാടില്ല, ക്രിസ്ത്യാനികളുടെ ആഘോഷത്തിൽ പങ്കെടുക്കരുത്, ഒരു മതസമൂഹത്തിന്റെ അസഹിഷ്ണുത നിങ്ങൾ ന്യായീകരിക്കാൻ നിൽക്കരുത്. അതിനെ ആദ്യം തള്ളിപ്പറയും. ഇവിടെ റംസാന്റെ ആഘോഷത്തിൽ പങ്കെടുക്കും ആൾക്കാര്, ഓണ ആഘോഷത്തിൽ പങ്കെടുക്കും, വിഷു ആഘോഷത്തിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കെടുക്കണം. ശരി നമ്മുടെ സമയം തീരുന്നത് കൊണ്ടാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുതയാണോ ഈ ആഘോഷം